ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കുന്നത് എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്ക്, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്, ബ്രേക്ക് ചെക്കപ്പ്, ഇത്രയും കേസാണ് പറഞ്ഞത് കേട്ടോ. വേറെ ജനറൽ സർവീസുമായിട്ടുള്ള വർക്കുകളോ വേറെ വർക്കൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ ലീക്കിൻ്റെ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് നോക്കിയതാണ്. ഇതിവിടെ നോക്കുമ്പോൾ എൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് കവർ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് മൊത്തം ഓയിൽ ഇവിടെ ചാടിക്കൊണ്ടിരിക്കുകയാണ് സൈഡ് മൊത്തം കേട്ടോ. അപ്പോൾ അതൊന്ന് അയച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കവർ ഗ്യാസ്കറ്റും അതേപോലെ ആ 2 ബോൾട്ടിൻ്റെ ഉള്ളിൽ 2 ഓയിൽ തന്നെ ഉണ്ട്. അതും മാറ്റി കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ലെവല് ഒരല്പം കുറവാണുണ്ട്, പൊട്ടിക്ക് ലെവൽ കുറവുള്ളൂ. പക്ഷേ ഓയിൽ അത്യാവശ്യം ഒരുവിധ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്, ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമുക്കൊരു 3000 കിലോമീറ്ററാണ് ഓയിൽ മാറേണ്ട ഒരു പീരീഡ്. അപ്പോൾ കിലോമീറ്റർ ബേസിൽ കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ ഓയിൽ മാറ്റാം. ഇനി 3000 കിലോമീറ്റർ ഓടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ അത് തന്നെ മതി, വേറെ കുഴപ്പമില്ല. ഒരല്പം ലെവൽ കുറവുണ്ട്, അത് ടോപ്പപ്പ് ചെയ്താലും മതി കേട്ടോ. പിന്നെ ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് റിട്ടേൺ പോകുന്നില്ല, അതാണ് പ്രശ്നം. അതിൻ്റെ 2 കാരണങ്ങളാണ്. ഒന്ന്, ബ്രേക്ക് ലൈനർ മാക്സിമം നമുക്കിവിടെ തീർന്നിട്ടുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റി കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ കേസ് ഓക്കെ ആവും. പിന്നെ കേബിളുകൾ ടൈറ്റായിട്ടാണ് റിട്ടേൺ കറക്റ്റ് പോകാത്തത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ബ്രേക്കിൻ്റെയൊക്കെ കേബിളിൻ്റെയൊക്കെ ഔട്ടർ വലിഞ്ഞേക്കാണ്. ബ്രേക്ക് പിടിച്ചാൽ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പ് പോലും ഇല്ല, കാരണം അത്രയ്ക്കും ഔട്ടർ വലിച്ചിലാണ് വന്നേക്കണേ. അപ്പോൾ നമുക്കത് ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് ബ്രേക്കിൻ്റെ കേബിളുകൾ 3 കേബിളാണ് വരാം. ഫ്രണ്ടിലേക്ക് വരുന്ന ഈ 2 ബ്രേക്കിൻ്റെ കേബിളും ബാക്കിലേക്ക് ഒരു ബ്രേക്ക് കേബിളും ഉണ്ട്. ആ 3 ബ്രേക്ക് കേബിളും മാറ്റാം. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റി ബാക്കി ഇപ്പോൾ ഫ്രണ്ടിലത്തൊക്കെ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാവുന്നുള്ളൂ. ക്ലീൻ ചെയ്ത് ബ്രേക്ക് നമുക്ക് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിക്കോളും. അപ്പോൾ 3 ബ്രേക്ക് കേബിൾ, ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ, അതേപോലെ തന്നെ ഹെഡിൻ്റെ ഈ ലീക്കേജുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഗ്യാസ്കറ്റ് വിത്ത് ആ ബോൾട്ടിൻ്റെ 2 ഹോൾസിൽ, ഇത്രയായിട്ടാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്ക് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ഞാനൊരു വീഡിയോ വാട്സാപ്പിലേക്ക് ഇട്ടുതരാം. വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ഞാൻ അതിനെ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എത്ര കോസ്റ്റ് വരുന്നത് ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ എമൗണ്ട് എത്രയാണ് വന്നതെന്ന് വെച്ചാൽ ആ എമൗണ്ടും കൂടി ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ ഒന്ന് റിപ്ലൈ ഇടാം, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.